സാധാരണ ഈ കണ്ടുവരുന്നത് ചൈനക്കാരെല്ലാത്തിനും ചീപ്പ് കോപ്പി ഇറക്കുന്നതാണ്. ഇതിപ്പോ ചൈനക്കാരന്റെ ചീപ്പ് കോപ്പി ഇറക്കണ ഒരുത്തൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം നീ നമ്മളെ പറ്റിക്കുകയാണ്, അത് നീ നിന്നെ തന്നെ പറ്റിക്കുകയാണ്. ചൈനീസ് ചായ പറഞ്ഞെങ്കിൽ ചത്ത ചിലന്തീനെ ചാവാത്ത ചൊക്ലിയില്ലാത്ത ചെമ്പല്ലീനെ ചവയ്ക്കണം. ഒരു ചൊരപ്പില്ലാത്തപ്പോ തോന്നുന്ന കഴപ്പാണ് ഇതൊക്കെ. സാരമില്ല, നമുക്കും ഇതൊക്കെ വേണ്ട ആരെങ്കിലും ചെയ്ത് കാണിക്കാൻ. എൻജോയ് ബ്രോ, എഞ്ചിൻ പ്രവർത്തനം നിൽക്കുന്നവരെ എൻജോയ്. അണ്ണന്റെ മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ല. ഹോസ്റ്റൽ ഭക്ഷണം കഴിച്ച് വളർന്നവനായിരിക്കും അല്ലേ. ആധുനിക ലോകത്ത് സ്വർണ്ണ വിലയും പെട്രോൾ വിലയും സോംബീറുകളുടെ എണ്ണവും കൂടി വരികയാണല്ലോ ദൈവമേ. കഴിച്ചു കഴിഞ്ഞ് കൃത്യസമയത്ത് കക്കൂസി പോയ എൻട്രിക്ക് ഇഗ്ലസിയസിന്റെ പാട്ട് പോലെ വികാര വിരുദ്ധനായി വിശ്രമിക്കാം. എന്റെ സംശയം ഇതൊക്കെ ഒറ്റയിരിപ്പിന് തൊട്ടുനോക്കി തിന്ന കുണം വന്ന് മൂലം കൊപ്പിളിക്കൂലേ. ഇവന്റെ വയറ്റിൽ നിന്ന് വിരളവി പോണത് പോലെ വിറ്റമിൻസ് ആയിരിക്കും. അമ്മച്ചി ഇവനെ തൊഴുത്തിക്കൊണ്ട് കിട്ടി. ഇവ ഇരുകാലിൽ നാൽകാലിലേക്ക് പരിണമിച്ചിരിക്കുന്നു. ഇവന്റെ വയറിനകത്ത് ദഹന പ്രക്രിയയ്ക്ക് പകരം ഫോട്ടോസിന്തസിസ് ആയിരിക്കും നടക്കണം. ശരീരത്തുള്ള എല്ലാ ഹോളും തുറന്നു വെച്ചു. അകത്ത് പോയി പച്ചക്കറി പുറത്തു കിടക്കാൻ ഏത് വഴിയാണ് ശ്രമിക്കണമെന്ന് പറയാൻ പറ്റൂല. എന്തായാലും നിന്റെ എഫേർട്ടിന് എന്റെ കൂമ്പിനിടി. അടുത്ത് തന്നെ പച്ചക്കറി പ്രസവം നടത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയട്ടെ സഹോദരൻ. നന്ദി.